ഹലോ ഗൈസ്, ക്രിസ്മസ് ഒക്കെ വരുമല്ലേ? ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളൊക്കെ എവിടെ മേരായി? അപ്പോൾ നമുക്ക് ക്രിസ്മസിന് വേണ്ടിയിട്ട് ഒരു വട്ടയപ്പം ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ ഈ ക്രിസ്മസിന് എല്ലാവർക്കും ഈ റെസിപ്പി ആകട്ടെ കേട്ടോ. വട്ടയപ്പത്തിന് ചെറിയ ആവശ്യത്തിന് എടുത്തിട്ട് അത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കുക. അതിനുശേഷം ഒരു 3-4 മണിക്കൂർ ഒന്ന് കുതിർക്കാനായിട്ട് വെക്കുക. പിന്നെ അതിനുശേഷം അതിൽ നിന്ന് കുറച്ച് പച്ചരി എടുത്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് അരച്ചെടുക്കാം. അതിനുശേഷം പിന്നെ ഒരു പാത്രത്തിലേക്ക് അത് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക. അതിന് കപ്പി കാച്ചുക എന്നാണ് പറയുന്നത്. ഇനി ഈ കപ്പി കാച്ചിയ മാവുണ്ടല്ലോ, അതെടുത്ത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് വീണ്ടും ഇട്ട് കൊടുക്കുക. പിന്നെ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബാക്കി കുതിർത്ത അരിയും കൂടെ ഇട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങയും പിന്നെ പൊട്ടിച്ച തേങ്ങാവെള്ളവും പിന്നെ കുറച്ച് ഈസ്റ്റും പിന്നെ കുറച്ച് പഞ്ചസാരയും എല്ലാം ഏലക്കയും എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാൻ ആദ്യം ഒന്ന് അരച്ചിട്ട് പിന്നെയാണ് ഏലക്കയും പഞ്ചസാരയും ചേർത്തത്. എങ്ങനെയായാലും കുഴപ്പമില്ല. കുറച്ച് തേങ്ങയും എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി മൂടി വെച്ചിട്ട് ഒരു 2-3 മണിക്കൂറേ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേക്കും ഇത് നല്ലതുപോലെ മാവെല്ലാം പൊങ്ങി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മാവ് പുളിച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു പാത്രത്തിലേക്ക് നെയ്യൊക്കെ തടവിയതിന് ശേഷം ഈ മാവ് കുറച്ച് കോരി ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് നട്ട്സൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ അങ്ങനെ ഒരെണ്ണം ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ വെച്ചിട്ട് അങ്ങനെയും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 രീതിയിൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിരുന്നു, നല്ല ടേസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിന് ഈ ഐറ്റം മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടീസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. വൈകുന്നേരത്തും നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് കൂട്ടാക്കാൻ മറക്കല്ലേ. ടാറ്റ.